ബാക്കിയുള്ള എക്സാംസ് സിവിൽ സർവീസ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബസ് സാർ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഒമ്പത് എക്സാം എടുക്കുന്നു, EC എടുക്കുന്നു, അല്ലെങ്കിൽ SSC എടുക്കുന്നു. അതിൽ ഒരു പർട്ടിക്കുലർ സ്കിൽ സെറ്റാണ് അവർ ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ PSC എടുക്കുന്നു, മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ഉണ്ട് ആക്ച്വലാണ്. നമ്മൾ മഗബിയാത്തിൽ നമുക്ക് മാർക്ക് കിട്ടുമല്ലേ, ഒരു 6-7 മാസം കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ PSC നമുക്ക് കയറാൻ പറ്റും. SSC അങ്ങനെ തന്നെയാണ്. ദ മോർ ലിസണിങ് ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു പെട്ടെന്ന് മാർക്സ്. പക്ഷേ സിവിൽ സർവീസ് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്കിൽ സെറ്റ്സ് ആണ് നോക്കുന്നത്. പ്രിലിംസിൽ MCQ ആണ് നോക്കുന്നത്, അതിൽ തന്നെ CSAT റീസണിംഗ് വരുന്നുണ്ട്, മെയിൻസിൽ ആൻസർ റൈറ്റിംഗ് ആണ് നോക്കുന്നത്, അതിൽ GS 1, 2, 3 ഫോർമാറ്റിലല്ല, ഒരു 4ാമതൊരു പേപ്പറുണ്ട്, അത് എത്തിക്സാണ്. പഠിക്കാനല്ല, പകരം നമ്മൾ ഈ പറഞ്ഞ പോലെ എത്തിക്കലായിട്ട് നൈതികമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അത് എഴുത്തിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള സ്കിൽ സെറ്റുകൾ ചെക്ക് ചെയ്യാണ്. ഇപ്പം നമ്മൾ തന്നെ പൊതുവിൽ ഇപ്പം ആസ്പെയർക്ക് കമ്മ്യൂണിറ്റി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, പലരും ഇമ്പ്രൂവ് ആവാറില്ല. എത്ര പ്രപ്പോർഷനേറ്റ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും